ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസർ അഗൈൻ. നമ്മുടെ ചാർട്ട് TSPയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നലത്തെ ഒരു ഇന്നലത്തെ നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി എന്താണോ നമ്മൾ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നമുക്കൊരു കല്യാണമുണ്ട്, നമ്മുടെ ഫ്രണ്ടിന്റെ കല്യാണമാണ്, ലൈവ് മാർക്കറ്റിൽ ഇരിക്കാൻ നമുക്ക് പറ്റില്ല, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കൂടുതലും നമ്മൾ മൊബൈൽ വഴി അങ്ങ് ട്രേഡ് എടുക്കാനാണ് സാധ്യത എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മൊബൈൽ വഴി നമ്മൾ ട്രേഡ് എടുക്കുകയും ചെയ്തു. കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു ടെലഗ്രാമിൽ ഷെയർ ചെയ്യാൻ തക്കത്തിലുള്ള ഒരു പോയിന്റ് അല്ല. കാര്യം അത് കൂടുതലും നമ്മളിന്ന് സ്കാൽപ്പിംഗ് ആണ് ചെയ്തത്. കാര്യം അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് ആണ്. അതിപ്പോ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും നമുക്കറിയാം, ഒരു ഇനിഷ്യൽ ബാലൻസ് വൈഡ് ആയപ്പോഴത്തേക്ക് പിന്നെ അതൊരു എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേയിലോട്ട് പോകുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല. അതാണ് അതിന്റെ സത്യം. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം, നമ്മുടെ വ്യൂവും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി ഇന്നലെ എന്നല്ല, ഓഗസ്റ്റ് 8 നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നലെ മുതൽ സംഭവിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ മന്ത്ലി CPR നമ്മൾ പ്ലോട്ട് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഡൈനാമിക് റെസിസ്റ്റൻസും ഡൈനാമിക് സപ്പോർട്ടും നമ്മൾ പ്ലോട്ട് ചെയ്തു. അങ്ങനെ അത് പ്ലോട്ട് ചെയ്ത സമയത്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്നപ്പോഴേ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞാണ് ഇതൊരു വൈഡ് CPR ആണ്. ഇന്നലെ ഞാൻ എടുത്തു പറഞ്ഞു വൈഡ് CPR ആണ്, അപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. അപ്പൊ അവിടുന്ന് റെസിസ്റ്റന്റ് ആയിട്ട് അത് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് റെസിസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കുറച്ചുകൂടെ ഉറപ്പിക്കാൻ പറ്റുന്ന എപ്പോഴാണ്? അതിനാണ് നമ്മൾ ഈ വ്യൂവിലോട്ട് നമ്മൾ പോയത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ നിഫ്റ്റിയിലാണ് ഡെയിലി ക്യാൻഡിലാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് ബോറായിരിക്കും. ആ ഡെയിലി ക്യാൻഡിൽ വ്യൂ ആണ്. ഇതിൽ തന്നെ നമ്മൾ ഡൗ തിയറി അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഒരു സ്വിംഗ് ഹൈ, ഒരു സ്വിംഗ് ലോ, ഒരു സ്വിംഗ് ഹൈ, ഒരു സ്വിംഗ് ലോ, അങ്ങനെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ ഒരു ഡൗ തിയറിയുടെ ഫോർമേഷൻ ആണെങ്കിൽ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞു, അതിനുശേഷം പബ്ലിക് പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞു, അതിനുശേഷം ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഐദർ ഇവിടെ ഇങ്ങനെ ഒന്ന് കൺസോൾട്ടേറ്റ് ആവാം, അല്ലെങ്കിൽ ഇവിടുന്ന് കൺസോൾട്ടേഷൻ വിത്ത് നെഗറ്റീവ് ബയാസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി നമ്മൾ എന്താണോ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. അല്ലാതെ ബാക്കിയുള്ള ചുറ്റും കുറെ ആൾക്കാർ നെഗറ്റീവും കാര്യങ്ങളും അല്ലെങ്കിൽ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷെ കംപ്ലീറ്റ്ലി വിത്തിൻ ദ ചാർട്ട് നമ്മൾ ഓഗസ്റ്റ് 8 പറഞ്ഞൊരു സംഭവമാണ് ഇത് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പ്ലോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇൻട്രാഡേയില് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലും നമ്മൾ ഇനി ഈ ഒരു സെക്ഷനോട് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഒരു കുറച്ചുകൂടെ ഒരു ഇറക്കം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും കൺഫേം ആക്കാം. അടുത്ത ഇതിന് വേണ്ടിയുള്ള പോക്കാണ്. ഇടയ്ക്ക് ഇങ്ങനെ പച്ചയും നീലയൊക്കെ പച്ചയും ചുമപ്പും വരും, മിക്സഡ് ക്യാൻഡിൽസ് ആയിരിക്കും. എന്നാലും ആ ഒരു ട്രെൻഡ് വീണ്ടും പിന്നെ ലോവർ ലോയ്ക്ക് വേണ്ടിയുള്ള പോക്കായിരിക്കും. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇനിഷ്യൽ ബാലൻസ് നോക്കുക. ഇനിഷ്യൽ ബാലൻസ് നോക്കിയതിന് ശേഷം മാത്രം അന്നത്തെ ദിവസം നിങ്ങൾ ആദ്യത്തെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ട്രേഡ് എടുക്കാനായിട്ട് തീരുമാനമെടുക്കുക. ഓക്കെ, അപ്പോ ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇന്നലെ കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാണ്, നമ്മുടെ ഡൗ തിയറി എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഒരു സൈക്കോളജി, അതായത് മാർക്കറ്റ് ഒരു ഡെയിലി ക്യാൻഡിലിൽ പോകുമ്പോൾ ആ ഒരു ട്രെൻഡ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഇത് വലിയ വാക്കുകളൊന്നുമല്ല. ഈ പറയുന്ന അക്യുമുലേഷൻ സ്റ്റേജ് ആയാലും ആ ഒരു റൈസിംഗ് ഫേസ്, അതായത് നമ്മളെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ് ആയാലും ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആയാലും ഇതൊക്കെ വളരെ ഈസി ആയിട്ട് എന്താണ് ഏതൊക്കെയാണെന്നൊക്കെയുള്ള ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, കാണാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിന്റെ സൈക്കോളജി കുറച്ചുകൂടി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. ഈ ഒരു ലോങ് ടേം പെർസ്പെക്ടീവ് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷോർട്ട് ടേം പെർസ്പെക്ടീവ് ആയിട്ടുള്ള ഇൻട്രാഡേ ട്രേഡിങ്ങിലോട്ട് നമ്മൾ കയറാൻ. അതിന് കയറിയതിനു ശേഷം വേണം നമ്മൾ ആദ്യത്തെ 1 മണിക്കൂറിൽ പ്രയോറിറ്റി കൊടുക്കാൻ. ആ ആദ്യത്തെ 1 മണിക്കൂർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അന്നത്തെ ദിവസം ട്രേഡ് ഏത് രീതിയിൽ ചെയ്യണം വേണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ. ഇന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാം ഇനിഷ്യൽ ബാലൻസ് എങ്ങനെയാണ്, വളരെ വൈഡ് ഇനിഷ്യൽ ബാലൻസ് ആണ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ്ട് ഫസ്റ്റ് സെക്കൻഡ് തരും നമുക്കൊരു 10-15 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടാണ്. ഈ കാണുന്ന പോയിന്റ് നിങ്ങൾ കണ്ടല്ലോ, അതായത് 38,348. അപ്പോ നമ്മുടെ ഇത് പ്രകാരം ഇനി അങ്ങോട്ട് കൺസോൾട്ടേഷൻ ഡേ ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കേസാണ്. പക്ഷേ ട്രേഡിംഗിൽ നമുക്ക് ഉറപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം പറയാൻ പറ്റില്ല. മേ ബി അതൊരു എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേ ആവാം. ഫോർ എക്സാമ്പിൾ ഇന്ന് നിഫ്റ്റിയിൽ അതായിരുന്നു. പക്ഷെ നിഫ്റ്റിയിൽ അതൊരു എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേ ആവുന്ന റീസൺ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ ഒരു നാരോ ഇനിഷ്യൽ ബാലൻസ് ആണ്. കാര്യം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെങ്കിലും ആ ഒരു 10:15 വരെയുള്ള സമയം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് 10:15 വരെയുള്ള സമയം, ഈ ഒരു റേഞ്ചേ ഉള്ളൂ. അപ്പൊ അതിന് ഒരു എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേ വന്നാലും ഇതിനകത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അതിനുശേഷം കൂടുതലും നമ്മൾ എടുത്ത ബാങ്ക് നിഫ്റ്റിയിലെ സ്കാൽപ്പിംഗ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞായിരുന്നു, ടെലഗ്രാമിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്ക് ഇന്ന് കുറച്ച് വിഷയമായിരിക്കും. കാര്യം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇന്ത്യ വിക്സ് താഴോട്ട് വരുന്ന ഒരു രീതിയായിരുന്നു നമ്മളിന്ന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ചെറിയ സ്കാൽപ്പിങ്ങിനൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നമ്മൾ അത്യാവശ്യം വോളിയോ കാര്യങ്ങളൊക്കെ കൂട്ടിയാണെന്ന് കളിച്ചത്. ഓക്കെ, അപ്പോ വളരെ ഈസി ആയിട്ട് പറയുവാണെങ്കിൽ ഓൾറെഡി ലോങ് ടേം പെർസ്പെക്ടീവ് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഷോർട്ട് ടേം പെർസ്പെക്ടീവ് ആയിട്ടുള്ള ഇൻട്രാഡേ ട്രേഡിംഗിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് 3
ഫസ്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ന് വൈഡ് CPR ആണ്, അല്ല ഇന്ന് വൈഡ് ഇനിഷ്യൽ ബാലൻസ് ആണ്. സോ ഇനി ഒരു ഭീകര മൂവ്മെന്റ് എന്തായാലും പ്രതീക്ഷിക്കേണ്ട. സോറി 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 ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഭീകരമായിട്ട് ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കണം എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയവർക്ക് അത് എളുപ്പമായിരിക്കും. ഇനി നാളത്തെ കേസിലോട്ട് നമ്മൾ പോകുവാണെങ്കിൽ നാളത്തെ കേസിലും CPR വളരെ വലുതാണ്. വീണ്ടും ഞാൻ പറയേണ്ട ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ്. ഇതാണ് മന്ത്ലി ക്യാൻഡിൽ ഇട്ട് പ്ലോട്ട് ചെയ്തിട്ട് ഞാൻ ഇതൊരു 4 hour ക്യാൻഡിലാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. മന്ത്ലി ചാർട്ടാണ് ഇട്ടേക്കുന്നത്, ഐ മീൻ മന്ത്ലി CPR ആണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെയാണ് ഈ മാസത്തെ ഈ ഒരു നിൽപ്പ്. ഇനി ഡെയിലി ക്യാൻഡിലോട്ട് പോകുവാണെങ്കിൽ ഇങ്ങനെ സ്വിംഗ് ലോസ് പ്രിപ്പയർ ചെയ്ത് വീണ്ടും ഒരു സ്വിംഗ് ഹൈയിൽ വന്നു. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല, അതിന്റെ താഴെ തന്നെ വീണ്ടും അത് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ ഐദർ 2 ദിവസമായിട്ട് ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് ആയതുകൊണ്ട് നാളത്തെ ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളും കൂടെ ഒക്കെ നിങ്ങളൊന്ന് ലൈവ് മാർക്കറ്റിൽ ഒന്ന് നോക്കുക, അല്ലാതെ വീക്കിലിയിലും ഒന്ന് നോക്കിയേക്കുക. മേ ബി ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വീണ്ടും നെഗറ്റീവ് തന്നെ ആയിരിക്കാം. അപ്പൊ അത് ഭീകരമായുള്ള ന്യൂസിലോ കാര്യങ്ങളോ ഒന്നും അല്ല, ചാർട്ട് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഇനി നിങ്ങൾ നാളെ ഫോക്കസ് ചെയ്യാനുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എപ്പോഴും നമുക്ക് ന്യൂ പോയിന്റ്സിലോട്ട് പോകുമ്പോഴാണ് ഡിഫിക്കൽട്ട്. ഇപ്പൊ വീണ്ടും നമ്മുടെ മാർക്കറ്റ് പഴയ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. അതായത് ആദ്യം ഏതൊക്കെ റേഞ്ചിലാണോ കിടന്ന് കളിച്ചത് അതേ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഇന്നത്തെ CPR നമുക്ക് നാളത്തെ വെർജിൻ CPR ആയിട്ട് പ്ലോട്ട് ചെയ്യാം. ഇന്നലത്തെ ദിവസം ഐ മീൻ ലാസ്റ്റ് ഫ്രൈഡേയും ഇന്നത്തെ ദിവസമായിട്ടുള്ള ഗ്യാപ്പ് നിങ്ങൾ മാർക്ക് ചെയ്തേക്കുക. അതാണ് ഞാൻ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് നിഫ്റ്റിയിലായിക്കോട്ടെ ബാങ്ക് നിഫ്റ്റിയിലായിക്കോട്ടെ നിങ്ങൾക്ക് സെല്ലിംഗ് സോൺ ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം ദ വെരി ഫസ്റ്റ് ക്യാൻഡിൽ അവിടെ തൊട്ടേ സെൽ ഓഫ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം കൺസോൾട്ടേഷൻ ആണെങ്കിലും മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ആയപ്പോൾ തന്നെ അവിടുന്ന് റിജക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും ഇനിഷ്യേറ്റീവ് സെല്ലേഴ്സ് താഴോട്ട് തന്നെ അടിച്ച് പൊക്കോണ്ടിരുന്നു. സോ അത് നിങ്ങൾ സെല്ലിംഗ് സോൺ ആയിട്ട് പ്ലോട്ട് ചെയ്യുക. പ്രധാനമായിട്ട് ചെയ്യാനുള്ള ഇത് രണ്ടേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ ദിവസം മീൻസ് ലാസ്റ്റ് ഫ്രൈഡേയിൽ തുടങ്ങിയേക്കുന്ന ആ ഒരു സെൽ ഓഫ് ടൈമില്ലേ, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് സെല്ലിംഗ് സോൺ ആയിട്ട് പ്ലോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ പ്ലോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ 38,000 എന്ന് പറയുന്നത് റൗണ്ട് ഫിഗർ കൂടാതെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോണാണ്. അതായത് നിങ്ങൾ ഡെയിലി ക്യാൻഡിൽസ് പ്ലോട്ട് ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ മൂവിംഗ് ആവറേജും കൂടെ ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അത് 38,000 എന്ന് പറയുന്ന റൗണ്ട് ഫിഗർ കൂടെ വന്നേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ഇത് കൂടാതെ ഈ വൈഡ് CPR വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി CPRന്റെ കോൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ നാരോ CPR ആണ് നാളെ വരേണ്ടുള്ളത്. പക്ഷേ ആ ഒരു കാൽക്കുലേഷൻ വൈസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് വൈഡ് CPR ആണ് നാളെ വരുന്നത്. അപ്പൊ കൂടുതൽ പ്രാധാന്യം കൂടുതൽ മണി സോണിന് കൊടുക്കാനാണ് കൂടുതൽ മണി സോണിന് കൊടുക്കാനാണ് സാധ്യത. ഐ മീൻ താഴേന്ന് ഓപ്പൺ ആയി വരുവാണെങ്കിൽ മണി സോണിൽ നിന്ന് തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ മുകളിൽ നിന്ന് വരുവാണെങ്കിൽ ഐ മീൻ ഇവിടുന്ന് ഓപ്പണിംഗ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ CPR റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. താഴേന്ന് വരുവാണെങ്കിൽ മണി സോണിൽ നിന്ന് തന്നെ മേ ബി വീണ്ടും ഒരു റിജക്ഷന് നമുക്ക് സാധ്യതയുണ്ട്. അത് നമുക്ക് നാളത്തെ ലൈവ് മാർക്കറ്റിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, സോ ഇനി നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ നിഫ്റ്റിയുടെ കേസ് വളരെ ഏകദേശം നമ്മുടെ മണി സോണിന്റെ ആ ഒരു കോൺസെപ്റ്റും CPRന്റെ കോൺസെപ്റ്റും എല്ലാം മിക്സപ്പ് ചെയ്ത് കറക്റ്റ് അതിന്റെ ഉള്ളിൽ തന്നെയാണ് മണി സോണും വന്നിരിക്കുന്നത്. CPR ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ച് ആണ്. സോ ഇതെന്തായാലും മുകളിൽ നിന്നാലും താഴെ നിന്നാലും പോയിന്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിക്യൂട്ടീവ് ഡേയ്സ് ആയിട്ടുള്ള ബെയറിഷ് മൂവ്മെന്റ് ആണ്. സോ എന്തായാലും അത് ഓപ്പോസിറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഐദർ ഒരു കൺസോൾട്ടേഷൻ എങ്കിലും മേ ബി അതൊരു W ഫോർമാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിഫ്റ്റിയിലും സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇന്നത്തെ ഓപ്പണിംഗ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക സെല്ലിംഗ് സോൺ ആയിട്ട്. ഇന്നത്തെയും ഫ്രൈഡേയിലെ മൂവ്മെന്റ് ആ ഒരു ഏരിയ നിങ്ങൾ ഗ്യാപ്പ് ആയിട്ട് മാർക്ക് ചെയ്തിടുക. ഈവൻ ഈ ഒരു സെല്ലിംഗ് സോണിൽ ഇത് ചാടി കഴിഞ്ഞാലും ഈ ഒരു ഗ്യാപ്പിന്റെ ബോർഡർ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക എലോങ് വിത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ്. അത് ഞാൻ മസ്റ്റ് ആയിട്ട് പറയാണ്. പിന്നെ അതേപോലെ നമ്മുടെ CPR ഇന്നത്തത് വെർജിൻ CPR ആയിട്ട് പ്ലോട്ട് ചെയ്യുക. ഫ്രൈഡേയിലെ മൂവ്മെന്റ് ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു മൂവ്മെന്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇതാണ്ട് നമുക്ക് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആക്ച്വലി ഒരു ഹാർഡ് കോർ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇവിടുന്നാണ്. പക്ഷേ ഈ ഇത്രയും ഏരിയ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുക മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. അത് എന്തിനാണെന്നറിയോ, സെല്ലിംഗ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാണ്, പക്ഷെ ഒരു ഹാർഡ് കോർ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇവിടുന്നാണ്. സോ നമ്മൾ ഇവിടെ വരുമ്പോഴേ നമുക്കൊരു എൻട്രി എടുത്താലും അതിന്റെ സ്റ്റോപ്പ് ലോസ് എവിടം വരെ മുകളിലോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബൾക്ക് ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് പറഞ്ഞത്. സോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നോക്കുക. പിന്നെ സെൻസിബിൾ ഇല്ലാത്ത ആൾക്കാർ കാണും, അവർക്ക് വേണ്ടി ഞാൻ നാളത്തെ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു സെറ്റപ്പ് കൂടെ ഒന്ന് പറയാം. നാളത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണ്. 18,000 ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ആണ് നിഫ്റ്റിയിൽ നിൽക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രാഡിൽ ഫോം ആണ് നിൽക്കുന്നത്. അത് 38,500 ആണ്. സോ ബാങ്ക് നിഫ്റ്റി 2 ദിവസത്തെ ഇറക്കുന്നതിന് ശേഷം ഒരു സ്ട്രാഡിൽ ഫോമിലാണ് ഇപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം നിൽക്കുന്നത്. അപ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ഉള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അത് നാളത്തെ ഓപ്പണിംഗ് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വേരി വരാം. അപ്പോൾ അതിനുശേഷം പിന്നെ വരുന്നത് 39,500 അത് നമ്മൾ നോക്കണ്ട. അത് ആ ഒരു സമയത്ത്
എത്താറാകുമ്പോഴത്തേക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. ഇപ്പോഴേ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോ ഡെയിലി ക്യാൻഡിൽ നിങ്ങൾ നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ മന്ത്ലി CPR പ്ലോട്ട് ചെയ്തിട്ട് അതിന്റെ രീതി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിനുശേഷം 5 മിനിറ്റ് ക്യാൻഡിലോട്ട് വന്നിട്ട് ഇത് പ്ലോട്ട് ചെയ്യുക. ഇതിന്റെ കൂടെ നിങ്ങൾ ഓപ്പൺ ഇൻട്രസ്റ്റോടെ നോക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം നാളത്തേക്കുള്ളൊരു ഇതും കിട്ടും. ഇതിനെല്ലാം പുറമെ ആയിട്ട് നാളത്തെ ദിവസത്തെ ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങൾ നോക്കുക. ഐ മീൻ ഓപ്പർച്യൂണിറ്റി അല്ല, ആ ദിവസത്തിന്റെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി. ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെ ചിന്തിക്കണമെന്ന് അറിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ തന്നെ CPR സീരീസിൽ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി ഓൺലൈൻ വർക്ക്ഷോപ്പ് തന്നെ ആ സെയിം ഡേറ്റിലേക്ക് സെപ്റ്റംബർ 4th വേണ്ടി നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ ടെലഗ്രാമിൽ പോയി ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തിയാണ്. നന്ദി, നമസ്കാരം.